ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കൂവപ്പൊടിയെ പറ്റി പറയാം. ധാരാളം ഔഷധ ഗുണമുള്ളതാണിത്. ആഹാരമായും ഔഷധമായും ഇത് ഉപയോഗിക്കാം. ശർക്കര അല്ലെങ്കിൽ കരിപ്പട്ടി ചേർത്ത് ഇത് കുറുക്കി കഴിക്കാം. ഏലക്കായും ഒക്കെ ഇട്ട് മുറിവുകളുള്ളിടത്ത് വെള്ളത്തിൽ ചാലിച്ച് ഇത് പുരട്ടിയ മുറിവുകൾ പെട്ടെന്ന് സുഖമാകും. ചൂടുകാലത്ത് ശരീരം തണുക്കുന്നു ഇത് കഴിക്കുമ്പോൾ. പാലിൽ കുറുക്കി ഭക്ഷണമായി കഴിക്കാം. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കഴിക്കാം. അതായത് ഭക്ഷണമായിട്ടും ഔഷധമായിട്ടും ഇത് കഴിക്കാം. ശരീരതാപം കുറയ്ക്കാൻ നല്ലതാണിത്. ഏലക്ക, ഉപ്പ് അല്ലെങ്കിൽ പനങ്കൽക്കണ്ടമൊക്കെ ചേർത്ത് കുറുക്കി കഴിക്കാം. വെള്ളത്തിൽ കലക്കിയിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചാൽ മതി. ഇത് കട്ട പിടിക്കുക ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് വെള്ളത്തിൽ കലക്കിയിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് ഇളക്കി ഉണ്ടാക്കാം. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് നല്ലതാണ്. രാവിലെ, വൈകിട്ട്, ഉച്ചയ്ക്ക് ഈ സമയത്ത് ഭക്ഷണത്തിന് മുമ്പ് ഇത് കഴിക്കാം. വയറിളക്കമൊക്കെ ഉണ്ടായാലേ. ഹൃദയ രോഗങ്ങളെ നിയന്ത്രിക്കുന്നു. ബിസ്ക്കറ്റ് ആരോറൂട്ട് വരെ ഉണ്ടല്ലോ. ആരോറൂട്ട് ബിസ്ക്കറ്റ് പണ്ടുണ്ടായിരുന്നല്ലോ. പനിയുടെ തുടക്കത്തിന് ഇത്, ചെറിയ പനിക്ക് രാപ്പനിയില്ലേ, രാപ്പനിക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല. ചെറിയ പനിക്കൊക്കെ ഇത് പെട്ടെന്ന് ദഹനം ഉണ്ടാകുന്നു ഇത് കഴിച്ചാലേ. ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. വയറിളക്കം, ഛർദിക്ക് വളരെ നല്ലതാണ്. പെട്ടെന്ന് ഛർദിയും വയറിളക്കമൊക്കെ നിൽക്കും. ORS മിശ്രിതം എന്ന് കേട്ടിട്ടില്ലേ? ORS അതുപോലെ തന്നെ ഗുണം ഉള്ള മരുന്നാണിത്. ഗ്യാസ് ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതിന് വിളർച്ചയൊക്കെ മാറുന്നു ഇത് കുറുക്കി കഴിക്കുമ്പോഴേ. ഇതിന് കൊഴുപ്പും കുറവാണ്. പ്രഷർ ഉള്ളവർക്കും കഴിക്കാം. പൈൽസ് രോഗമുള്ളവർക്കും കഴിക്കാം. മൂത്രത്തിൽ പഴുപ്പ് വരികയില്ല ഇത് കഴിച്ചാൽ. മൂത്രത്തിൽ പഴുപ്പിന് ഉള്ള നല്ല ഔഷധമാണിത്. ഇങ്ങനെ ആഹാരമായും ഔഷധമായും ഉപയോഗിക്കാം കൂവപ്പൊടി. മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ നല്ലതാണ് ഇത് കഴിക്കാൻ. വിളർച്ചയൊക്കെ മാറും. അമ്മമാർക്ക് നല്ല പാലും ഉണ്ടാകും കുട്ടികൾക്ക് കൊടുക്കാൻ. നല്ല ഔഷധമുള്ളതാണ്. ഇതിന് പ്രത്യേകമാണ് രുചിയൊന്നുമില്ല, പക്ഷേ ധാരാളം ഗുണങ്ങളുള്ളതാണ് കൂവപ്പൊടി. നമുക്കിത് വയറിളക്കത്തിനായിട്ട് ഇത് ഉണ്ടാക്കാൻ മരുന്നായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂണ് കൂവപ്പൊടി എടുക്കുക. എന്നിട്ട് ലേശം ജീരകം ഇടുക, ലേശം ഉപ്പ് ഇടുക, ലേശം പഞ്ചസാരയും. 1 നുള്ള് ഉപ്പ്, 1 നുള്ള് പഞ്ചസാര, 1 നുള്ള് ജീരകം ഇട്ട് നല്ലപോലെ ഇളക്കുക. കണ്ടോ? അടുപ്പ് വെച്ച് നല്ലപോലെ ഇളക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കണം. അപ്പം തിളച്ച് കഴിഞ്ഞ് കളറ് മാറും. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമുക്ക് ആറുമ്പോൾ കഴിച്ചാൽ മതി. കണ്ടോ? ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചാൽ മതി. വയറിളക്കമൊക്കെ പെട്ടെന്ന് മാറും. വീട്ടിലുണ്ടാക്കാവുന്ന നല്ല ഔഷധമാണ്. കണ്ടോ? തിളച്ചപ്പോൾ കളർ മാറി. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞ് കഴിക്കാം. ഇത് 1 ഗ്ലാസ് കഴിക്കുമ്പോഴേ, ലൂസായിട്ട് ഉണ്ടാക്കി 1 ഗ്ലാസ് കഴിക്കുമ്പോഴേ വയറിളക്കം മാറും. ശക്തിയായ വയറിളക്കം ഉള്ളവർക്ക് ചിലപ്പോൾ 1 പ്രാവശ്യം കൂടെ കഴിക്കേണ്ടി വരും. നല്ല കുറവ് കിട്ടും. അപ്പോൾ 1 പ്രാവശ്യം കൂടെ കഴിച്ചാൽ മതി. ഒരു വീട്ടിൽ ആവശ്യമായ ഇതാണ് കൂവപ്പൊടി. കണ്ടോ? ഞാനത് ഉണ്ടാക്കിയത്. ഇനി കഴിച്ചാൽ മതി. ലൂസായിട്ട് കഴിച്ചാൽ മതി. പിള്ളേർക്കാകുമ്പം കഴിക്കാൻ മടിയാകുമ്പം പനങ്കൽക്കണ്ടോ ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഏലക്കാടി ഇട്ട് നല്ല ടേസ്റ്റ് ആവും. പെട്ടെന്ന് വയറിളക്കം മാറും. ഇത് ആരോറൂട്ട്. ഇത് ഉണ്ടാക്കുന്ന ഈ ചെടിയുടെ അടിയിൽ, മണ്ണിനടിയിൽ കാണുന്ന കിഴങ്ങ് കല്ലേ വെച്ച് ഉരയ്ക്കണം. ഉരച്ച് കഴിഞ്ഞ് അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ നിന്ന് അടിയിൽ നിന്ന് നൂറെന്ന് പറയും. ആ നൂറെടുത്ത് ഉണങ്ങിയെടുക്കുകയാണ്. അത് പല പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അടിയിലുള്ള നൂറാണ് ഉണങ്ങിയെടുക്കുന്നതാണ് കൂവപ്പൊടി. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചി ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു.
എന്നിട്ട് ഇത് പഴവും കൂട്ടി ഇത് കുഴച്ച് അടയുണ്ടാക്കി തരും. നല്ല ടേസ്റ്റായിരുന്നു. ഇതാണ് കൂവപ്പൊടി. നല്ല വിലയാണ്. 100 ഗ്രാമിന് 90 രൂപ. കണ്ടോ, 100 ഗ്രാമിന് 90 രൂപ. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഒരു വീട്ടിൽ ആയിട്ട് മേടിച്ച് വെക്കേണ്ട സാധനമാണിത്. പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ വേണം. ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറും.